ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏപ്രിൽ മാസം 25-ാം തീയതിയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇത് ശരിക്കും അറിയാവുന്ന OTT റിലീസ് പൂരം തന്നെയാണെന്ന്. പിന്നെ ഏകദേശം 20ഓളം സിനിമകളും സീരീസുകളാണ് ഈ ഒരു ദിവസം ഏപ്രിൽ മാസം 25-ാം തീയതി റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിനുമുമ്പ് വേറൊരു കാര്യം പറഞ്ഞിട്ട്, തുടരുന്ന പറഞ്ഞ സിനിമ തിയേറ്ററിൽ കണ്ടു റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി സിനിമ തിയേറ്ററിൽ ആസ്വദിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു റിവ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകൾ അന്ന് റിലീസ് ചെയ്ത് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. തകവി എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അതൊരു ആക്ഷൻ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. നോവോക്കെ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ബുക്ക് മൈ ഷോസിലും ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. മസാക്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ലാൻഡ് ലൈൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കജിലിയോ നെയ്യർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ് എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. ഇരവിനിൽ ആട്ടം പാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നൊരു കന്നഡ സീരീസാണ്. അയ്യനെ മാനെ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. കന്നഡ ഹിന്ദി ഭാഷകളായിട്ട് C5ലാണ് ഈ ഒരു സിനിമ ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഫ്രഞ്ച് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അമൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിലും ആമസോൺ പ്രൈമിലും ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഭരത് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ത്രില്ലർ മൂവിയായിരുന്നു മിറൽ എന്ന് പറഞ്ഞ സിനിമ. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ പ്രിയാമണി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഭാമ കലാപം എന്ന് പറഞ്ഞ സിനിമ. കുറച്ച് മുമ്പ് റിലീസ് ചെയ്ത സിനിമയാണ്. സിംപ്ലി സൗത്തിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ആഹാ തമിഴിൽ ഇതിന് മുമ്പ് തന്നെ റിലീസ് ചെയ്തിരുന്നു ഈ ഒരു സിനിമ. ഓക്കെ, അടുത്ത സിനിമ ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ്. തെലുങ്ക് മൂവിയാണ്. മാഡ് സ്ക്വയർ എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത മനോരമ മാക്സ് വഴി റിലീസ് ചെയ്തൊരു മലയാളം മൂവിയാണ്. ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞ സിനിമ. മലയാളം ഭാഷയിൽ ഈ ഒരു സിനിമ മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. അടുത്ത ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നൊരു മലയാള സിനിമയാണ് കള്ളം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കള്ളം സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹാവോക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്നൊരു തമിഴ് മൂവിയാണ്. തരുണം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻറ്റുകോട്ട OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദി മൂവിയാണ്. ജ്വൽ തീഫ് ദ ഹേസ്റ്റ് ബിഗിൻസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. സെയ്ഫ് അലി ഖാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമ ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകൾ സീരീസുകളാണ് ഈ ഒരു ദിവസം, അതായത് ഏപ്രിൽ മാസം 25-ാം തീയതി റിലീസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 20ഓളം റിലീസുകളാണ് ഈ ഒരു ദിവസം റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകൾ ഏതൊക്കെ സിനിമകളാണ് കണ്ടത്, നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിത് തുടരും കണ്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ബാക്കിയുള്ള സിനിമകൾ, കുറേ സിനിമകൾ, ജ്വൽ തീഫും, പിന്നെ അതുപോലെ തന്നെ തരുണം, ഹാവോക്ക്, കുമ്മാട്ടിക്കളി, കള്ളം, മാഡ് സ്ക്വയർ, മിറൽ, ഇതുപോലെ കുറേ സിനിമകൾ കാണാനുണ്ട്. എന്നാലും കണ്ടിട്ട് ഈ സിനിമകളുടെയൊക്കെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് ബൈ.